തിളക്കമുള്ളതും മനോഹരമായ ചർമ്മത്തിനുള്ള ഒരു ഏക മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. തുടക്കത്തിലെ തന്നെ നിങ്ങൾ കണ്ടോ, നല്ല പോലെ മാറ്റം കണ്ടോ? എന്താണ് സംഭവം എന്നുള്ളത് പറയാം. വീഡിയോയിലേക്ക് പോകാം. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പണം കൊടുത്ത് മേടിക്കുന്നതാണ്. അല്ല, നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നത്. മുഖ സൗന്ദര്യം നോക്കിയിട്ടാണ് നമ്മളെ പലരും വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മുഖത്തിനകത്ത് കെമിക്കൽ പ്രോഡക്റ്റുകൾ തേച്ചാൽ മാത്രമേ നമ്മുടെ മുഖ സൗന്ദര്യം കൂടുകയുള്ളൂ. ഒരിക്കലുമല്ല. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി മുഖ സൗന്ദര്യം നമുക്ക് ഇരട്ടിയാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുഖ സൗന്ദര്യം കൂട്ടുന്ന ഒരു കിടിലൻ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ചർമ്മം യൗവനത്തോടുകൂടിയും നല്ല തിളക്കത്തോടുകൂടി നിർത്താൻ വേറെ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു പാക്ക് ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മതി. സ്കിന്നിന്റെ മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഡയമണ്ട് പോലെ തിളക്കം വെക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. അൺഈവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ടാനും എല്ലാം മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെക്കാനും വേറെ ഒന്നും തന്നെ വേണ്ട. ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. ചർമ്മത്തിന് തിളക്കത്തിനും ചർമ്മം യൗവനമാക്കി നിർത്താനും ഈ പാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ ചർമ്മത്തിന്റെ മാറ്റം നിങ്ങളെ പോലും ഞെട്ടിക്കും. ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നിങ്ങളുടെ ചർമ്മം നശിപ്പിക്കല്ലേ. ഈ രീതിയിൽ ഈ പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. നമുക്ക് പാക്ക് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് പറയാം. ഞാൻ ആദ്യമേ തന്നെ നല്ല ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പാക്ക് തയ്യാറാക്കാൻ. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. ഓട്സ് നമുക്ക് വേണ്ടത് മറ്റുള്ള സ്പൈസസ് ഒന്നും ഇൻക്ലൂഡ് അല്ലാത്ത നോർമൽ പ്ലെയിൻ ഓട്സ് ആണ് വേണ്ടത് കേട്ടോ. ഓട്സ് നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് ഓട്സ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഓട്സ് സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനകത്തുണ്ടാവുന്ന സ്കിന്നിന്റെ ടാൻ മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും സ്കിന്നിന്റെ ചുളിവുകൾ ഇല്ലാതാക്കാനും സ്കിൻ നല്ല ഒരു തിളക്കം വെച്ച് നിർത്താനും ഓട്സിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂൺ ആണ് ഓട്സ് വേണ്ടത്. അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ പൗഡർ ആണ് വേണ്ടത്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് കോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വേരിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പൂർണ്ണമായിട്ടും നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ റോസ് പെറ്റൽ പൗഡർ നമുക്ക് മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ റോസാപ്പൂ, നിങ്ങളുടെ പട്ട് റോസ വീട്ടിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിന്റെ നീര് നിങ്ങൾക്ക് ഇതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം. റോസ് പെറ്റൽസിന്റെ പൗഡർ മേടിച്ചിട്ട് ഉപയോഗിക്കുവാണെന്നതിനെക്കാട്ടിലും റോസാപ്പൂവിന്റെ നീരെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഓൺലൈൻ വഴി ഞാൻ പെറ്റൽസ് പൗഡർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ, റോസ് പെറ്റൽ പൗഡർ. കാരണം ഞാൻ പല പാക്ക് നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് പാക്ക് ഇടുന്ന സമയത്ത് അത് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ റോസ് പെറ്റൽ പൗഡർ ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. റോസ് പെറ്റൽ പൗഡറാണ് നമുക്ക് വേണ്ടത്. അത് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് റോസ് പെറ്റൽ പൗഡർ ചേർക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. പട്ട് റോസിൻ്റെ ആണെങ്കിൽ നല്ലതാണ്. ചെറിയ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ പൊടി മേടിച്ച സമയത്ത് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് നമ്മൾ ഇതിലേക്ക് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ തൈരാണ്. തൈര് വേണം കേട്ടോ. തൈര് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊടികളൊക്കെ മിക്സ് ആക്കി എടുക്കുന്നത്. നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ആക്കണം. തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കാം. നമ്മുടെ പൊടികളെല്ലാം നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അധികം അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനുമായിട്ട് പാടില്ല. ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ എൻ്റെ കൈകളിലിട്ടിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലും ചെയ്യാനായിട്ട് നോക്കണം. എന്തായാലും ഞാൻ കൈകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇത് കുറച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് കയ്യിലിടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് നല്ലപോലെ കാണണമെങ്കിൽ കൈകളിലിട്ടാലേ നല്ല പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈകളിലിട്ടിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നത്. ഇതുണ്ടോ, ബാക്കി വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഫേസ് വാഷുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ പാക്ക് ഇട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസിൽ നിന്ന് തുടച്ച് നോക്ക്. ഫേസിന് നല്ല തിളക്കം വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്തായാലും നമുക്കൊരു 3 മിനിറ്റിന് ശേഷം നിങ്ങളെ കാണിക്കാം. അധികം ഉണങ്ങി പോകുന്ന പരുവത്തിൽ വെക്കരുത്. സ്കിൻ വലിച്ചിൽ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ റിമൂവ് ചെയ്യണം. അതിന് ഒരു 3 മിനിറ്റ് മാത്രം മതിയാകും. അപ്പോഴത്തേക്ക് നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിൽ നിന്ന് അൺഇവൻ സ്കിൻ ടോണൊക്കെ പുറന്തള്ളി കളയുന്നതാണ്. ഉണങ്ങി പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ വെച്ചാൽ സ്കിന്നിന് അത് ദോഷം ചെയ്യും. കൂടാതെ തന്നെ സ്കിന്നിന് ചുളിവ് പെട്ടെന്ന് വീഴാനും ഇടയാകും. എന്തായാലും നമുക്കൊരു 3 മിനിറ്റിന് ശേഷം കാണാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്നുകൂടെ ഒന്ന് തളിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ.
മുകളിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ അൺഇവൻ സ്കിൻ ടോൺ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് പോകാൻ സാധിക്കും. എന്തായാലും നമുക്കൊരു സ്പോഞ്ചിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം തുടച്ച് മാറ്റാം. കണ്ടോ, സ്കിന്നിൻ്റെ തിളക്കം നിങ്ങൾ കണ്ടു നോക്ക്. വാവ്, നല്ല പോലെ സ്കിന്നിനെ ക്ലീൻ ആക്കാനും സാധിച്ച് നല്ല തിളക്കം വെക്കാനും സാധിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കണ്ടു നോക്കി നിങ്ങൾ. രണ്ട് കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ. നല്ല പോലെ സ്കിന്നിന് മാറ്റം കിട്ടാൻ സാധിക്കുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന്. ഉറപ്പായും എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ചെയ്യണേ. സംഭവം അടിപൊളിയാണ്. കണ്ടല്ലോ, ഡയമണ്ട് പോലെ തിളക്കം വെക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടല്ലോ. ഉറപ്പാണ്, എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ. ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.